സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. നീ ഒന്നും പണയണ്ട, മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. പിന്നെ ചുരുട്ടി കിടക്കണ്. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. ചുണ്ട് നിങ്ങൾ നോക്ക്. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവില് വന്ന് കാണിച്ചു തന്നത് നിങ്ങളുടെ. ഫ്ലാഷ് ബാക്ക്. ഒരു വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഒരു വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഒരു വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഒരു വർഷം. End of flashback. ഇതും അങ്ങനെ എടുത്തതാണോ? Yes. ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവരുടെ ആ പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. അയച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തതിന്റെ തെളിവ് ഞാൻ ഇപ്പുറത്ത് വയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ്? ഇതിനകത്ത് എന്താണ് ഈ കാണിക്കുന്നത്? ഈ ക്രീം ഇടുന്നത് എന്താണ് കാണിക്കുന്നത്? നീ നിന്റെ ശാമത്തിൽ ക്രീം ഇടുന്നത് അയാളെ കാണിക്കേണ്ട കാര്യം എന്താണ്? എന്താ ഉറക്കം വരുന്നു. അതെന്തിനാണ് ആ ക്രീമൊക്കെ ഇട്ട് ആ ഒരു സംഗതി നീ എടുത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്? അതെന്തിനാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നീ ഇത്രല്ലേ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കിയേ. ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ കിടന്ന ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഒരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. വ്യഭിചരിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ വ്യഭിചരിച്ച് ജീവിക്കാൻ? നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരു ആണാണോ? നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിന്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിന്റെ അകത്ത് കിടന്നോണ്ട് നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നതൊക്കെ? ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണൽ ആയിട്ട് അവള് ആരെ വിളിച്ചോ വേണമെങ്കിൽ വ്യഭിചരിക്കോ, കാശുണ്ടാവും. അവൾ എന്തിനു ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? കഴിച്ചിട്ട് വയറ് കാണിച്ചും പൂക്കൾ കാണിച്ചും വട കാണിച്ചു വേണം. അവള് പറയുന്ന വട അവിടെ ചെറിയ വടയാന്നു. നിങ്ങൾക്കൊന്നും കാണുന്നില്ലേ തന്റെ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. നമ്മുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.